യാത്രക്കാർക്ക് ഡേഞ്ചർ സോണായി ദേശീയപാതയിലെ നെല്ലായി ജംഗ്ഷൻ. അമിത വേഗത്തിൽ ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെയാണ് നെല്ലായിയിൽ യാത്രക്കാർ റോഡ് കുറുകെ കടക്കുന്നത്. കാൽനട യാത്രക്കാർക്ക് ഡേഞ്ചർ സോണായി ദേശീയപാതയിലെ നെല്ലായി ജംഗ്ഷൻ. അമിത വേഗത്തിൽ ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെയാണ് നെല്ലായിയിൽ യാത്രക്കാർ റോഡ് കുറുകെ കടക്കുന്നത്. പലപ്പോഴും ജീവൻ മുറുകെ പിടിച്ചാണ് ദേശീയപാത നെല്ലായിയിൽ കുട്ടികളും പ്രായമായവരുമടക്കം ദേശീയപാതയ്ക്ക് കുറുകെ കടക്കുന്നത്. ദൂരെ നിന്നും വരുന്ന വാഹനങ്ങളുടെ വേഗത കണക്ക് കൂട്ടാൻ കഴിയാതെ അപകടത്തിൽപ്പെടുന്നവരുമുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മുപ്ലിയം സ്വദേശിയായ 92 വയസ്സുള്ള ജോർജ് എന്ന വയോധികൻ ഇവിടെ ലോറിയിടിച്ച് മരിച്ചത്. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ ബസ് ഇറങ്ങി റോഡിന് കുറുകെ കടക്കുമ്പോഴായിരുന്നു അപകടം. ആനന്ദപുരം ഇരിങ്ങാലക്കുട റോഡിലേക്ക് പ്രവേശിക്കുന്ന നെല്ലായി ജംഗ്ഷനിൽ ഇരുവശത്തും സ്വകാര്യ ബസ്സുകൾക്കും KSRTC ഓർഡിനറി ബസ്സുകൾക്കും സ്റ്റോപ്പ് ഉള്ളതാണ്. ഇരുവശത്തും യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നതും ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതും ദേശീയപാതയിലെ ഡ്രൈനേജുകൾക്ക് മുകളിലേക്കാണ്. ഡ്രൈനേജിന് മുകളിലെ തകർന്നു കിടക്കുന്ന സ്ലാബുകൾ പലപ്പോഴും ഇവർ അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നുണ്ട്. ചാലക്കുടി ഭാഗത്തെ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങുന്നവരും ബസ്സിൽ കയറാനുള്ളവരും ദേശീയപാത കുറുകെ കടക്കുന്നത് ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ജീവൻ മുറുകെ പിടിച്ചാണ്. ഇവിടെ വാഹനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളും സീബ്ര ലൈനും വേണമെന്ന് ദേശീയപാത അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടതായി വാർഡ് മെമ്പർ KS ജോൺസൺ പറഞ്ഞു. ഈ ആനന്ദപുരം റോഡ് ജംഗ്ഷനിൽ ജനങ്ങൾ ഇവിടെ ബസ് സ്റ്റോപ്പാണത്. ഓർഡിനറി ബസ്സിൻ്റെ സ്റ്റോപ്പാണ്, പ്രൈവറ്റ് ബസ്സുകളിലും സ്റ്റോപ്പുണ്ട്. ഇവിടെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒരു സീബ്ര ലൈൻ പോലും ഇട്ടിട്ടില്ല. മുൻപ് സീബ്ര ലൈൻ ഉണ്ടായിരുന്നു, പിന്നീട് റോഡ് റീടാറിംഗ് ഒക്കെ വന്നപ്പോൾ അത് പോയി. പിന്നെ ഒരു സിഗ്നൽ സംവിധാനം ഇല്ല. ഇവിടെ കഴിഞ്ഞ ശനിയാഴ്ച ഒരു വയസ്സായ ഒരാൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അപകടത്തിൽപ്പെട്ട് മരിച്ചു. അപകടങ്ങൾ സ്ഥിരം പതിവ്. അടിയന്തരമായിട്ട് ഇവിടെ ഒരു സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കാനും സീബ്ര ലൈൻ ഇടാനും ഹൈവേ അതോറിറ്റി നടപടി ഉണ്ടാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തതിനാൽ ഇരുവശത്തും സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും യാത്രക്കാരെ കയറ്റാനും ഇറക്കാനുമായി വാഹനം നിർത്തുന്നത് പലപ്പോഴും പുറകിൽ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനും ഇടയാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ദേശീയപാതയുടെ 60% ഭാഗം അപകട സാധ്യത മേഖലകളാണെന്നാണ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പഠനത്തിൽ പറയുന്നത്. ഇതിൽ തന്നെ തൃശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യത മേഖലകളുള്ളത്. 2025 നാറ്റ്പാക് റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് ദേശീയപാതയിൽ 400 കാൽനട അപകട സാധ്യത ഇടങ്ങളുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇതിൽ 62% ഇടത്തിലും സീബ്ര ലൈനുകളോ നടപ്പാതകളോ ക്രോസിംഗ് പാലങ്ങളോ ഇല്ല. ദേശീയപാതകളുടെ നിർമ്മാണത്തിലും നവീകരണത്തിലും പലപ്പോഴും കാൽനട യാത്രക്കാരുടെ സുരക്ഷ അവഗണിക്കപ്പെടുകയാണ്. നെല്ലായിയിൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള സൗകര്യങ്ങളുടെ കുറവും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ അപര്യാപ്തതയും പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ദേശീയപാത നെല്ലായി ജംഗ്ഷൻ ഒരു ബ്ലാക്ക് സ്പോട്ടായി മാറിയിരിക്കുകയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളാണ് നെല്ലായി ജംഗ്ഷനെ ഒരു ബ്ലാക്ക് സ്പോട്ടാക്കി മാറ്റുന്നത്. തൃശ്ശൂരിൽ നിന്ന് വരുന്ന യാത്രക്കാരും ഒപ്പം തൃശ്ശൂരിലേക്ക് പോകുന്ന യാത്രക്കാരും ഒക്കെ തന്നെ ബസ് കയറാനും ഇറങ്ങാനും ഉപയോഗിക്കുന്നത് ദേശീയപാതയിലെ ഈ ഡ്രൈനേജ് സംവിധാനങ്ങളുടെ മുകളിലാണ്. തുറന്നു കിടക്കുന്ന ഡ്രൈനേജുകളുടെ മുകളിലേക്കാണ് ബസ്സിൽ നിന്നിറങ്ങുന്ന യാത്രക്കാർ ഇറങ്ങുന്നതും ബസ് കയറാൻ നിൽക്കുന്നതുമൊക്കെ. ഇത് വലിയ അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഒപ്പം നെല്ലായി ഭാഗത്തു നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് ബസ് കയറാനായി ഈ ദേശീയപാത കുറുകെ കിടക്കുന്നതും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഒട്ടും തന്നെ ഇവിടെ ഒരു അപകട സൂചനാ ബോർഡുകളോ മുന്നറിയിപ്പ് സംവിധാനങ്ങളോ സീബ്ര ലൈനോ ഇല്ലാത്തതാണ് കൂടുതൽ അപകട സാധ്യത ഉണ്ടാക്കുന്നത്. എത്രയും വേഗം ദേശീയപാത അധികൃതർ ഇക്കാര്യത്തിൽ ഒരു അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരും യാത്രക്കാരും ഒക്കെ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.